ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ വിചിന്തനം ചെയ്യുന്നത് 2024 സെപ്റ്റംബർ മാസ ഫലം. അത് മിഥുനം രാശിക്കാരുടെ ഫലമാണ് പറയുന്നത്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ പല കാര്യങ്ങൾക്കും ഏർപ്പെടുന്ന രംഗങ്ങളിലെല്ലാം വേണ്ട ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. വലിയ വലിയ അബദ്ധങ്ങളിലും വലിയ വലിയ നഷ്ടങ്ങളിലും ചെന്ന് ചാടാതിരിക്കുവാൻ, പെട്ടുപോകാതിരിക്കുവാൻ, നിയമപരമായ കുരുക്കുകളിൽ പെട്ടുപോകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിച്ച് ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തില്ല എങ്കിൽ ദീർഘനാൾ കോടതിയിൽ കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ അല്ലെങ്കിൽ വലിയ വലിയ കടബാധ്യതകളിൽ പെട്ട് ജീവിതകാലം മുഴുവൻ കടം തീർക്കേണ്ട ഗതികേടിലേക്കൊക്കെ വന്നു പെടാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അതിന് ഏറ്റവും നല്ല ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും നല്ല നല്ല സുഹൃത്തുക്കളുടെയും ഒക്കെ വാക്കുകളെ നമ്മൾ വിചിന്തനം ചെയ്ത് അന്വേഷണം ചെയ്ത് അവരെ ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കണം എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതും വളരെ ശ്രദ്ധിക്കണം. നല്ല സുഹൃത്തുക്കളാണ് എന്ന് വിചാരിച്ച് ചിലർ വളരെ സ്നേഹഭാവത്തോടു കൂടിയൊക്കെ ഇടപെടുന്നത് പിന്നീട് വലിയ വലിയ ശത്രുതയ്ക്കും കലഹത്തിനും നഷ്ടങ്ങൾക്കും ഇടയാക്കും. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. അതായത് ഉപജയസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ ബലവാനായിട്ട് രാശിയിലൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. രാശിയാധിപന്റെ സ്ഥിതി കൊണ്ടും വളരെ നല്ല സമയമാണ്. ധൈര്യവും വീര്യവും ഏറിയിരിക്കുന്ന ഒരു സമയമാണ്. യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും വിദ്യാർത്ഥികളായാലും എന്തും ചെയ്യാം എന്ന് മനസ്സിന് ശരീരം പൂർണ്ണമായ ധൈര്യക്കുറവ് ഉണ്ടെങ്കിലും പോലും മനസ്സ് ധൈര്യപ്പെടുകയും ശരീരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയം. അപ്പോൾ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം നിയമപരമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അതുപോലെ ഏർപ്പെടുന്ന രംഗങ്ങളിൽ സാഹസികത പാടില്ല. ഇരുചക്ര വാഹനങ്ങളായാലും മറ്റ് വലിയ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായാലും വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. വാഹനകാരകനായ ശുക്രൻ നീചം ഭവിക്കുകയും വാഹനഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുകയും ചെയ്യുന്ന ഈ കാലം പല വിധത്തിലും വാഹന സംബന്ധമായിട്ട് ഗൃഹസംബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുടുംബത്ത് വളരെ സ്നേഹമായിരുന്ന ദമ്പതികളായാലും മറ്റ് സഹോദരസ്ഥാനീയരോ മാതാപിതാക്കളും ഒക്കെ ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാകുക. അതിന് പ്രത്യേകിച്ച് കാരണം വേണ്ട. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരംഭിക്കുമ്പോഴേ വിചാരിച്ചു കൊള്ളുക നിങ്ങൾക്ക് ഒരു നാശം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. അതുകൊണ്ട് ക്ഷമ, വിട്ടുവീഴ്ച, എല്ലാവരും ക്ഷമിച്ചെന്ന് വരികയില്ല. തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് അല്ലായിരിക്കാം, ശരിയുടെ ഭാഗത്തായിരിക്കാം നിങ്ങൾ. എങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കേണ്ടി വരിക, സഹിക്കേണ്ടി വരിക സ്വാഭാവികമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ വളരെ നല്ല കാലമാണ്. അതുപോലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനായിട്ട് പേപ്പറുകളൊക്കെ ശരിയാക്കുന്നവർക്ക് പേപ്പറുകളൊക്കെ ശരിയാകുന്നതിനും വിദേശത്ത് പോകുന്നതിനുമൊക്കെ നല്ല അനുകൂലമായ കാലം. വിദേശത്തായിരിക്കുന്നവർക്കും നല്ലതാണ്. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് വളരെ ശ്രദ്ധ വേണം. അതായത് തൊഴിൽ ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, വിഘടനവാദികളായിട്ടുള്ള സഹപ്രവർത്തകർ നമുക്കെതിരെ ചില ചരടുവലികൾ നടത്തുക വഴി മേലധികാരികളിൽ നിന്ന് ചില മോശം ഇടപെടലുകൾ കീഴ് ജീവനക്കാരിൽ നിന്നുമൊക്കെ ഉണ്ടായി ഒറ്റപ്പെട്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും, സംശയിക്കേണ്ട. പക്ഷേ വരുന്ന ഭാഗ്യാവസ്ഥകൾ വേണ്ട രീതിയിൽ വിജയിക്കുവാനാവും. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും വിവാഹത്തിന് ഒരു വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം.
ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട്. വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനോ ആഭരണങ്ങൾ വന്നു ചേരുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെ നല്ല യോഗമുള്ള കാലമാണ്. കൃഷി രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലം. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നിച്ചേരും. അതുപോലെ IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അധ്യാപകരായാലും അതുപോലെ മറ്റ് സെക്യൂരിറ്റി വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പോലീസുകാർ, മിലിറ്ററിക്കാർ, അങ്ങനെയുള്ളവർ ഒക്കെ വളരെ അനുകൂലമായ കാലമാണ് ഈ മാസം. അവരവരുടെ കഴിവുകൾ തെളിയിക്കുവാൻ പറ്റിയ അവസരം, അംഗീകാരങ്ങൾ ലഭിക്കുന്ന സന്ദർഭം, വളരെയധികം വിജയങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും. സാമ്പത്തികം വന്നു ചേരുന്നത് കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ബ്രഹ്മരക്ഷസിന് പാൽപായസം കഴിക്കുന്നതും നാഗരാജാവിന് ആയില്യ പൂജകളിലൊക്കെ പങ്കെടുക്കുന്നതും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ നല്ലതാണ്. ദോഷങ്ങൾ മാറുകയും ചെയ്യും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.